നമസ്കാരം. പ്രധാന വാർത്ത. സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ എത്രയും വേഗം തുറക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കോവിഡ് സാഹചര്യം വിലയിരുത്തി വിദ്യാലയങ്ങൾ ഉടൻ തുറക്കാനുള്ള ജില്ലയിൽ ചൊവ്വാഴ്ച 1118 പേർക്ക് കോവിഡ്, 1998 പേർ രോഗമുക്തരായി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 16.88%. വാർത്തകൾ വിശദമായി. കായംകുളം ടൗൺ ഗവൺമെന്റ് UPSയിലെ ശലഭോദ്യാനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കൂടിയാണ് നടന്നത്. ശലഭോദ്യാനം പദ്ധതി വഴി കുട്ടികളിൽ പ്രകൃതി സ്നേഹം വളർത്താനും പ്രകൃതിയിൽ നിന്ന് അറിവുകൾ കണ്ടെത്താനും സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പൂമ്പാറ്റകൾ സമൃദ്ധമായി സ്കൂൾ ക്യാമ്പസിൽ ഉണ്ടാകും വിധം ചെടികൾ നട്ടുപരിപാലിക്കുന്നതിനായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശലഭോദ്യാനമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളവും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയായ ശലഭോദ്യാനം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കായംകുളം ടൗൺ UP സ്കൂളിൽ നടന്നു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ രംഗത്ത് സർവശിക്ഷ കേരള മികച്ച ഇടപെടലുകളാണ് നടത്തുന്നതെന്നും ശലഭോദ്യാനം പദ്ധതി വഴി കുട്ടികളിൽ പ്രകൃതി സ്നേഹം വളർത്താനും പ്രകൃതിയിൽ നിന്ന് അറിവുകൾ കണ്ടെത്താനും സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഒരു പൂമ്പാറ്റയെ കാണുമ്പോൾ നമ്മുടെ കുരുന്നുകളുടെ കണ്ണുകൾ വിടരും. പ്രകൃതിയിലെ കൗതുകങ്ങളോട് കുഞ്ഞുങ്ങളുടെ പ്രതികരണം അത്രത്തോളം നിഷ്കളങ്കമാണ്. വർണ്ണശലഭങ്ങൾ അവരുടെ സ്കൂൾ ഉദ്യാനത്തിൽ വിരുന്നുകാരായി എത്തുമ്പോൾ എത്ര ആഹ്ലാദമാണ് കുഞ്ഞുങ്ങൾക്കുണ്ടാകുക. പൂമ്പാറ്റകൾ സമൃദ്ധമായി സ്കൂൾ ക്യാമ്പസിൽ ഉണ്ടാകും വിധം ചെടികൾ നട്ട് പരിപാലിക്കുന്നതിനായി നടപ്പിലാക്കുന്ന പരിപാടിയാണ് ശലഭോദ്യാനം. സംസ്ഥാനത്തിലെ താൽപ്പര്യമുള്ള പൊതുവിദ്യാലയങ്ങളിലാണ് ശലഭോദ്യാന പദ്ധതി ആരംഭിക്കുന്നത്. പീച്ചിയിലെ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതി നടപ്പാക്കുന്ന സ്കൂളുകളിലെ അധ്യാപക പ്രതികൾക്കും വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ പരിശീലനം നൽകും. പ്രകൃതിയുമായി ഇണങ്ങിച്ചേരാനും കുട്ടികളിൽ പ്രകൃതി സ്നേഹം വളർത്താനും ഈ പദ്ധതി ഗുണം ചെയ്യും. ഷഡ്പദങ്ങളെക്കുറിച്ച് ഗവേഷണ പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും ആകാം. പൂമ്പാറ്റകൾ സമൃദ്ധമായി സ്കൂൾ ക്യാമ്പസുകളിൽ ഉണ്ടാകും വിധം ചെടികൾ നട്ട് പരിപാലിക്കുന്നതിനായി നടപ്പാക്കുന്ന പരിപാടിയാണ് ശലഭോദ്യാനം. സംസ്ഥാനത്തെ താൽപ്പര്യമുള്ള പൊതുവിദ്യാലയങ്ങളിലാണ് ശലഭോദ്യാന പദ്ധതി ആരംഭിക്കുന്നത്. പീച്ചിയിലെ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതി നടപ്പാക്കുന്ന സ്കൂളുകളിലെ അധ്യാപക പ്രതിനിധികൾക്കും വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ പരിശീലനം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. സ്കൂളുകളിൽ ശലഭ ക്ലബ്ബുകളും രൂപീകരിക്കും. ചടങ്ങിൽ അഡ്വക്കേറ്റ് യു പ്രതിഭ MLA അധ്യക്ഷത വഹിച്ചു. എനിക്ക് ഭയങ്കര പനിയായി. ഞാൻ പോയി RT-PCR ചെക്ക് ചെയ്തു. കാരണം ഒരു ചെറിയ ചാൻസ് പോലും നമ്മൾ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകുന്ന കാര്യം ചെയ്യാൻ പറ്റും. ബഹുമാനപ്പെട്ട മന്ത്രി ഇത്ര ദൂരം യാത്ര ചെയ്തിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നത്. ആ അവസരത്തിൽ നമ്മളിൽ നിന്ന് ഒരു ഉപദ്രവമോ ദോഷമോ അദ്ദേഹത്തിനുണ്ടാകും. വലിയ ഉത്തരവാദിത്വമാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയാണ്. ഏറ്റവും കൂടുതൽ ഇടപെടേണ്ട മേഖലയാണ്. ഞാൻ അദ്ദേഹത്തോട് പറയുന്നത് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ചെയ്യുന്നവർ അല്ലെങ്കിൽ നമ്മളുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ മന്ത്രിയായിരിക്കാന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഔദ്യോഗിക ജീവിതത്തിൽ ഒരു വലിയ ഭാഗമാണ്. ഏത് മേഖലയിലും പ്രഗത്ഭമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ്. ചുമട്ടുപിടിച്ചെ സംബന്ധിച്ച് ഒരുപാട് വർഷത്തെ സ്നേഹബന്ധം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. AM ആരിഫ് MB മുഖ്യ അതിഥിയായി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ K ജീവൻ ബാബു പദ്ധതിയുടെ ബ്രോഷർ പ്രകാശനം ചെയ്തു. സമഗ്ര ശിക്ഷ കേരള സംസ്ഥാന പ്രൊജക്ട് ഡയറക്ടർ ഡോക്ടർ AP കുട്ടികൃഷ്ണൻ പദ്ധതി വിശദീകരിച്ചു.
കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് PG സീനിയർ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ TV സജീവ് ശലഭോദ്യാനം പഠന ക്ലാസ് നടത്തി. കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ P ശശികല സ്വാഗതം പറഞ്ഞു. നഗരസഭാ വൈസ് ചെയർമാൻ J ആദർശ്, മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് D അംബുജാക്ഷി, കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് KH ബാബുജാൻ, SSK ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ G കൃഷ്ണകുമാർ, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ജില്ലാ കോർഡിനേറ്റർ MK പ്രസന്നൻ, മാവേലിക്കര DEO P സുജാത, കായംകുളം AEO A സിന്ധു, സ്കൂൾ പ്രഥമാധ്യാപിക ജെസി K ജോസ്, ഷാമില അനിമോൻ, നാദിർ ഷാ ചെട്ടിയത്ത്, AK പ്രസന്നൻ, P സുജാത, മുബീർ S ഓടനാട്, ജൂലി S ബിനു തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അൺഎയ്ഡഡ് വിദ്യാലയങ്ങളെക്കാൾ മെച്ചപ്പെട്ട വിദ്യാലയങ്ങളാക്കി മാറ്റിക്കൊണ്ട് ഒരു പരപ്രേരണയുമില്ലാതെ രക്ഷകർത്താക്കളും കുട്ടികളുമെല്ലാം പൊതുവിദ്യാലയങ്ങളിലേക്ക് വന്ന് ചേരാനുള്ള കെട്ടിലും മട്ടിലും ഭാവത്തിലും രൂപത്തിലും പഠിപ്പിക്കലിലും സിലബസിലുമെല്ലാം നമ്മുടെ പൊതുമേഖലയെ സംരക്ഷിച്ചെടുത്തുകൊണ്ട് വേണം ആ മത്സരത്തിൽ വിജയിക്കേണ്ടത് എന്ന ബോധ്യം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മണ്ഡലമാകെ എങ്ങനെയാണ് മാറ്റേണ്ടത് എന്ന് ഒരു സമ്മർദ്ദവുമില്ലാതെ 5.5 ലക്ഷത്തോളം കുട്ടികൾ നേരെ പൊതുവിദ്യാലയങ്ങളിലെ കണ്ണീരിൽ നിന്ന് പൊതുവിദ്യാലയങ്ങളിലേക്ക് വന്ന കാലയളവായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം. CD നെറ്റ് ന്യൂസ് കായംകുളം. പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളവും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയായ ശലഭോദ്യാനം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനത്തിനായി കായംകുളം ടൗൺ UP സ്കൂളിലെത്തിയ വിദ്യാഭ്യാസ മന്ത്രിക്ക് മുമ്പിൽ വിദ്യാർത്ഥികൾ മനസ്സ് തുറന്നത് വേറിട്ട അനുഭവം പകർന്നു. സ്കൂൾ തുറക്കണോ എന്ന മന്ത്രിയുടെ ചോദ്യത്തിനാണ് അവർ തങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞത്. കൗതുകം നിറഞ്ഞ ആ കാഴ്ചയിലേക്ക്. സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ എത്രയും വേഗം തുറക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. ശലഭോദ്യാനം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കായംകുളം ഗവൺമെന്റ് UP സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ആരോഗ്യം, തദ്ദേശഭരണം എന്നീ വകുപ്പുകളുമായി ചർച്ച ചെയ്ത് കോവിഡ് സാഹചര്യം വിലയിരുത്തി വിദ്യാലയങ്ങൾ ഉടൻ തുറക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ എത്രയും വേഗം തന്നെ തുറക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സർവശിക്ഷ കേരളയുടെ സഹകരണത്തോടെ നടപ്പാക്കുന്ന ശലഭോദ്യാനം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കായംകുളം ഗവൺമെന്റ് ടൗൺ UP സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഇന്ത്യയിൽ ബോർഡ് പരീക്ഷ നടത്തിയ ഏക സംസ്ഥാനം ഈ കേരളമാണ് എന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഹയർ സെക്കൻഡറി 1ാം വർഷ പരീക്ഷ സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഇന്നലെയായിരുന്നു കേസ് വെച്ചിരുന്നത്. സുപ്രീം കോടതിയിൽ കേസ് മാറ്റിവെച്ചു. സുപ്രീം കോടതിയുടെ വിധി വന്നു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല കമ്മിറ്റിയുണ്ട്. ആരോഗ്യ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, അതുപോലെ കോവിഡ് മാനദണ്ഡങ്ങളുടെ പ്രോട്ടോകോൾ വകുപ്പ്, ഇതെല്ലാം ചേർന്നുള്ള കമ്മിറ്റി. ആ കമ്മിറ്റിയും കൂടെ കാര്യങ്ങൾ പരിശോധിച്ച ശേഷം എത്രയും പെട്ടെന്ന് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുക എന്ന നിലപാടാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിനുള്ളതെന്നുള്ള കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ആരോഗ്യം, തദ്ദേശ സ്വയംഭരണം എന്നീ വകുപ്പുകളുമായി ചേർന്ന് ചർച്ച ചെയ്ത് കോവിഡ് സാഹചര്യം വിലയിരുത്തി വിദ്യാലയങ്ങൾ ഉടൻ തുറക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് രാജ്യത്തിന് തന്നെ മാതൃകയാകുകയാണ് കേരളം. മറ്റ് സംസ്ഥാനങ്ങളിൽ കോവിഡിന്റെ സാഹചര്യത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടപ്പോൾ പരിമിതികൾക്കിടയിലും സംസ്ഥാനത്ത് ഈ 16 മാസവും ഓൺലൈനായി ക്ലാസുകൾ നടത്താനും SSLC, ഹയർ സെക്കൻഡറി പരീക്ഷകൾ നടത്താനും കഴിഞ്ഞുവെന്നും പരീക്ഷാ നടത്തിപ്പിനും ക്ലാസ് തുടങ്ങലിനുമൊക്കെ എതിരായി ഒരു വിഭാഗം നിൽക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സ്കൂൾ തുറക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിക്കും. സുപ്രീം കോടതിയിൽ ഒരു കേസ് നിലനിൽക്കുകയാണ്. 13-ാം തീയതിയാണ്, സെപ്റ്റംബർ മാസം 13-ാം തീയതി വിധി പറയാൻ വച്ചേക്കായിരുന്നു. അത് മാറ്റിവെച്ചു. സുപ്രീം കോടതിയുടെ വിധി വന്നാൽ എത്രയും പെട്ടെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിന്റെ തീയതി പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചില മന്ത്രിമാർ വിളിച്ചാൽ ഫോൺ എടുക്കാറില്ലെന്ന് അഡ്വക്കേറ്റ് U പ്രതിഭ MLAയുടെ വിമർശനം. കായംകുളം ടൗൺ ഗവൺമെന്റ് UPSലെ ശലഭോദ്യാനം വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യുന്ന യോഗത്തിലായിരുന്നു അധ്യക്ഷയായ MLAയുടെ വിമർശനം. എപ്പോൾ വിളിച്ചാലും എടുക്കുകയും ആവശ്യമെങ്കിൽ തിരിച്ചു വിളിക്കുകയും ചെയ്യുന്നയാളാണ് വിദ്യാഭ്യാസ മന്ത്രിയെന്നും MLA പറഞ്ഞു. ചില മന്ത്രിമാർ വിളിച്ചാൽ ഫോൺ എടുക്കാറില്ലെന്ന് അഡ്വക്കേറ്റ് U പ്രതിഭ MLAയുടെ വിമർശനം. കായംകുളം ടൗൺ ഗവൺമെന്റ് UPSലെ ശലഭോദ്യാനം വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യുന്ന യോഗത്തിലായിരുന്നു അധ്യക്ഷയായ MLAയുടെ വിമർശനം. ഞങ്ങളെയൊക്കെ പറ്റി പറയും ഫോൺ എടുക്കുന്നത്. ഞങ്ങൾ വരുന്ന പോലെ അല്ല. ഞങ്ങൾ എല്ലാ MLAമാരും മാത്രം വളരെ കൃത്യമായി ഞാൻ 100 വട്ടം ആലോചിച്ചിട്ട് ഞാനൊരു മന്ത്രിയെ വിളിക്കത്തുള്ളൂ. തിരക്കായിരിക്കുമോ, അദ്ദേഹത്തിന് അസൗകര്യം, അതൊക്കെ ഞാൻ ചിന്തിക്കും. കാരണം അവരത്ര തിരക്കുള്ളവരാണ്.
ജിയോമെട്രി മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ കോളിൽ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം തിരിച്ചു വിളിക്കുക, അല്ലെങ്കിൽ സൗ ദീപുണ്ട് അങ്ങേയറ്റം ആ ഓഫീസ് ഏത് കാര്യം പറഞ്ഞാലും ഇനി നടക്കാത്ത കാര്യമാണെങ്കിൽ അവർ തുറന്നു പറയും. ഇപ്പൊ തന്നെ ഞാൻ അപേക്ഷകൾ കൊടുക്കുമ്പോൾ അവിടെ വെച്ച് തന്നെ കേൾക്കുക. അതെനിക്കൊന്നൊരു സംഘടനാ നേതൃത്വത്തിൽ നിന്ന് അപാരമായിട്ടുള്ള ജനങ്ങളോടൊപ്പം ആ ഒരു പ്രവർത്തനത്തിന്റെ ഇതാണ് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയുന്ന വാക്കുകളാണ്. നമ്മളൊരു കാര്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വിളിച്ച് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് എല്ലാവർക്കും ഒന്നും കഴിയുന്നില്ല, പല പല രീതികളായിരിക്കും. പക്ഷെ എന്നെ വിശ്വസിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയാൻ ഒരു മന്ത്രിയെ 2 ദിവസം വിളിച്ചിട്ടും ഒരു തവണ എന്നോട് ഏറ്റവും ഹൃദയപരമായ എടുപ്പുള്ള ആളുകളാണ്. ഇത് എടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും ഒരു വിഷമമൊന്നുമില്ല. നമ്മളാരും നമ്മളുടെ വ്യക്തിപരമായ കാര്യം പറയാനല്ല വിളിക്കും. ഞങ്ങൾക്കൊക്കെ വ്യക്തിപരമായ കാര്യം പറയാൻ ആൾക്കാർ വിളിക്കാറുണ്ട്. എന്നോടൊക്കെ സങ്കടം പറയാൻ പറ്റും സ്ത്രീകളും പെൺകുട്ടികളും വിളിക്കും. ചിലപ്പോൾ ചിലതെടുക്കാൻ കഴിയില്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് തിരിച്ചു വിളിപ്പിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഞങ്ങളുടെ വിഷമം എന്ന് വെച്ചാൽ നമ്മൾ അപൂർവമായി മാത്രമായിരിക്കും മന്ത്രിമാരെ വിളിക്കുന്നത്. ഇതിൽ വളരെ വ്യത്യസ്തനായി ഒരു കാര്യം പറഞ്ഞാൽ എപ്പോഴും ചിലപ്പോൾ അദ്ദേഹത്തിന് കഴിയില്ല. പക്ഷേ ഞങ്ങളുടെ ഒരു അനുഭവം തിരിച്ച് വിളിച്ചു പോലും അതിന് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു വലിയ മനസ്സുണ്ട്. എപ്പോൾ വിളിച്ചാലും എടുക്കുകയും ആവശ്യമെങ്കിൽ തിരിച്ചു വിളിക്കുകയും ചെയ്യുന്നയാളാണ് വിദ്യാഭ്യാസ മന്ത്രി. കഴിഞ്ഞ ദിവസം ഒരു മന്ത്രിയെ നിരന്തരം വിളിച്ചിട്ടും പ്രയോജനമുണ്ടായില്ല. വ്യക്തിപരമായ കാര്യങ്ങളല്ല, ജനങ്ങളുടെ കാര്യം പറയാനാണ് വിളിക്കുന്നത്. മന്ത്രിമാരുടെ സൗകര്യം നോക്കിയാണ് വിളിക്കാറുള്ളതെന്നും അപ്പോൾ പ്രതികരിക്കാത്തത് വിഷമമുണ്ടാക്കുന്നുവെന്നും MLA പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കായംകുളം മണ്ഡലത്തിൽ നിന്നും അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്ന കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വകുപ്പിൽ നിന്നും 48.2 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച ഹൈടെക് ലാബിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ മുഖ്യാതിഥിയായി. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കായംകുളം മണ്ഡലത്തിൽ നിന്നും അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്ന കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വകുപ്പിൽ നിന്നും 48.2 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച ഹൈടെക് ലാബിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ധനമന്ത്രി KN ബാലഗോപാൽ മുഖ്യാതിഥിയായി. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. നമ്മുടെ കായംകുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് അനുവദിച്ചിട്ടുള്ള 48.2 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് 90 വിദ്യാർത്ഥിനികൾക്ക് ഒരേ സമയം ആധുനിക കാലഘട്ടത്തിൽ ആധുനിക ലാബ് സംവിധാനത്തിൽ അവർക്ക് പ്രാക്ടിക്കൽ നോളജ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഒരുങ്ങിയിട്ടുള്ളത്. നേരത്തെ നഗരസഭ നവീകരിച്ചിട്ടുള്ള ഒരു കെട്ടിടം ഉണ്ടായിരുന്നു. ഒപ്പം നമ്മുടെ സ്കൂളിൽ നിന്ന് തന്നെ സ്പെഷ്യലായിട്ട് അവർ ചെയ്തിട്ടുള്ള ആ ഒരു കെട്ടിടത്തിലേക്കാണ് ഈ ഫണ്ട്, പുതിയതായിട്ട് കിട്ടിയ ഈ ഫണ്ട് സംവിധാനം ചെയ്തിരിക്കുന്നത്. ആദ്യം മറ്റൊരു സ്കൂളിനാണ് ഈ ഫണ്ട് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരുന്നത്. പക്ഷേ വളരെ ആർജവത്തോടു കൂടി ഇവിടുത്തെ PTA പ്രസിഡൻറ്റും അതുപോലെ തന്നെ പ്രിൻസിപ്പളും MLA ഓഫീസ് വഴി ഇടപെട്ട് നമുക്ക് ഈ സ്കൂളിലേക്ക് ഇത് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ സന്തോഷം. ഇന്ററാക്റ്റീവ് ക്ലാസുകൾ, തിയറിയും പ്രാക്ടിക്കലും തമ്മിലുള്ള പാരസ്പര്യം ഉറപ്പാക്കൽ എന്നിവയ്ക്ക് ആധുനിക രീതിയിലുള്ള സയൻസ് ലാബ് അനിവാര്യമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈടെക് ലാബുകൾ സജ്ജീകരിച്ചിട്ടുള്ളത്. കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി വിഭാഗത്തിനായി ഒരുക്കിയിട്ടുള്ള ലാബിൽ ഒരേ സമയം 90 കുട്ടികൾക്ക് പ്രാക്ടിക്കൽ ചെയ്യുന്നതിനുള്ള സൗകര്യം ലഭ്യമാണ്. ലാബ് ഉപകരണങ്ങൾ, ഫർണിച്ചറുകൾ, ഇന്റീരിയർ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, വേസ്റ്റ് വാട്ടർ ലൈൻ എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സിഡ്കോ ആയിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് സ്കൂൾ തലത്തിൽ നടത്തിയ ചടങ്ങിൽ കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ P ശശികല, വൈസ് ചെയർമാൻ J ആദർശ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനിമോൻ, വാർഡ് കൗൺസിലർ K പുഷ്പദാസ്, സ്കൂൾ PTA പ്രസിഡന്റ് ബിജുകുമാർ, പ്രിൻസിപ്പൽ സജി J, ഹെഡ് മിസ്സസ് ഷേർലി തോമസ് എന്നിവർ പങ്കെടുത്തു. ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ ഇല്ലാത്ത ഒരു AC-യുടെ കുറവ് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും കായംകുളം നഗരസഭയുടെ പ്ലാൻ ഫണ്ടിൽ നിന്ന് തന്നെ AC വാങ്ങിച്ചു കൊടുക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്യും. കാരണം ഇത്രയും ആധുനിക സൗകര്യത്തോടുകൂടി 90 കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്നു എന്നുള്ളതും അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു അവാർഡ് അങ്ങോട്ട് കൊടുത്തതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫുൾ A+ മേടിച്ചത് 100% വിജയം നേടിയ ഒരു സ്കൂളാണ് കായംകുളം ബോയ്സ് ഹൈസ്കൂൾ. ഇവിടെ പഠിക്കുന്ന ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ എത്ര കുട്ടികൾ വന്നു എന്നറിയാം ഇവിടെ പഠിക്കാൻ വേണ്ടി ശുപാർശയായിട്ട്. കാരണം ഇവിടെ പഠിക്കുന്നതിന് വലിയൊരു മഹത്തരമായിട്ട് കാണുകയാണ് കുട്ടികൾ. ഒരു നല്ല മെറിറ്റായിട്ട് കുട്ടികൾ പഠിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ തീർച്ചയായിട്ടും കായംകുളം നഗരസഭയ്ക്ക് ഇത് ചെയ്യാൻ കഴിയുന്നതാണ്. അത് തീർച്ചയായിട്ടും ചെയ്തിരിക്കും. CDNet ന്യൂസ്, കായംകുളം. സംസ്ഥാനത്തെ ട്രഷറികളുടെ പ്രവർത്തനം കൂടുതൽ ജനസൗഹൃദപരമാക്കുമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ.
സംസ്ഥാനത്ത് ട്രഷറികളുടെ ഭൗതിക സാഹചര്യങ്ങൾ അടക്കം ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിലൂടെ സർക്കാർ ഇതാണ് ലക്ഷ്യമിടുന്നതെന്നും ഹരിപ്പാട് റവന്യൂ ടവറിൽ പ്രവർത്തനം ആരംഭിച്ച ഹരിപ്പാട് സബ് ട്രഷറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ രമേശ് ചെന്നിത്തല MLA അധ്യക്ഷത വഹിച്ചു. M. ആരിഫ് MP മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാനത്തെ ട്രഷറികളുടെ പ്രവർത്തനം കൂടുതൽ ജനസൗഹൃദപരമാക്കുമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ. സംസ്ഥാനത്ത് ട്രഷറികളുടെ ഭൗതിക സാഹചര്യങ്ങളടക്കം ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിലൂടെ സർക്കാർ ഇതാണ് ലക്ഷ്യമിടുന്നതെന്നും ഹരിപ്പാട് റവന്യൂ ടവറിൽ പ്രവർത്തനം ആരംഭിച്ച ഹരിപ്പാട് സബ് ട്രഷറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു. ഹരിപ്പാട് ട്രഷറിക്ക് കേരളത്തിന്റെ ട്രഷറി ചരിത്രത്തിൽ തന്നെ പൈതൃകപരമായ സ്ഥാനമാണുള്ളത്. ഒരു കാലത്ത് ശബരിമല ക്ഷേത്രത്തിന്റെ വരുമാനമടക്കം സൂക്ഷിച്ചിരുന്ന ട്രഷറിയാണിത്. ഇത്തരത്തിൽ ചരിത്ര പ്രാധാന്യമുള്ള ട്രഷറികളുടെ പഴയകാല പ്രവർത്തനത്തെക്കുറിച്ചുള്ള അറിവുകൾ പുതുതലമുറയിലേക്ക് കൂടി പകർന്നു നൽകേണ്ടതാണെന്നും മന്ത്രി പറഞ്ഞു. ഒരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ഈ പാരമ്പര്യത്തിലുള്ള സംവിധാനം, ട്രഷറി പോലെയുള്ള സംവിധാനങ്ങളിലെ ഇവിടെ മാത്രമല്ല, പ്രധാനമന്ത്രിയായാലും അല്ലെങ്കിൽ മറ്റ് കേരളത്തിലെ കൊച്ചിയായാലും മലബാറായാലും ഒക്കെയുള്ള പഴയ സംവിധാനങ്ങൾ എന്തൊക്കെയാണ് പുതിയ തലമുറയ്ക്ക് കാട്ടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടി ആലോചിക്കുന്നത്. ട്രഷറിനെ പറയുകയാണ് എന്തായിരുന്നു പഴയ ക്ലാസ് വെച്ചിട്ടുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമുക്കൊരു 10 or 100 വർഷത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളത് പുതിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുന്നതിന് കൂടി വകുപ്പുകൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ നടക്കുന്ന പ്രത്യേക പരിപാടികൾ എല്ലാം പിന്തുണയും അതിനെല്ലാം സഹായവും ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും. CDNet ന്യൂസ്, കായംകുളം. സംസ്ഥാന റവന്യൂ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നടത്തുന്ന പട്ടയമേളയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ മുഖേന നിർവഹിച്ചു. മാവേലിക്കര തല ഉദ്ഘാടനം MLA MS അരുൺകുമാർ നിർവഹിച്ചു. മാവേലിക്കര മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിലാണ് പട്ടയ വിതരണം നടത്തിയത്. സംസ്ഥാന റവന്യൂ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നടത്തുന്ന പട്ടയമേളയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ മുഖേന നിർവഹിച്ചു. മാവേലിക്കര മണ്ഡലം തല ഉദ്ഘാടനം MS അരുൺകുമാർ MLA നിർവഹിച്ചു. തീർച്ചയായും ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഈ ഗവൺമെൻറ് തുടർന്നിരുന്നത്. ആ ഗവൺമെൻറ്റിന് എല്ലാ നിലയിലുമുള്ള പിന്തുണയും ഇതെല്ലാം പ്രിയപ്പെട്ടവരെല്ലാം ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചു. 2016 മുതൽ 2021 വരെ 5 വർഷം കൊണ്ട് സർവകാല റെക്കോർഡിലേക്ക് 1,75,000-ലധികം പട്ടയങ്ങൾ ഈ നാടിനകത്ത് വിതരണം ചെയ്യുവാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. മാവേലിക്കര മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിലാണ് പട്ടയ വിതരണം നടത്തിയത്. 10ഓളം പേർക്ക് ചടങ്ങിൽ വെച്ച് പട്ടയം കൈമാറി. നഗരസഭാ ചെയർമാൻ KB ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. തഹസിൽദാർ S സന്തോഷ് സ്വാഗതം പറഞ്ഞു. മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ്, ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S രജനി, LR തഹസിൽദാർ മാത്യൂസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷീബ സതീഷ്, സ്വപ്ന സുരേഷ്, B വിനോദ് കുമാർ, അഡ്വക്കേറ്റ് KR അനിൽകുമാർ, G വേണു, BG പ്രസാദ്, K ദീപ, K മോഹൻകുമാർ, K ബിജു തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം. CMB കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണ പരിപാടി സംഘടിപ്പിച്ചു. കോവിഡ് ഇരകൾക്ക് സംരക്ഷണം നൽകുക, സുപ്രീം കോടതി വിധി നടപ്പാക്കുക, കോവിഡ് ദുരന്ത നിവാരണ കമ്മീഷൻ രൂപീകരിക്കുക, കോവിഡ് ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകുക, യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇരട്ട വാക്സിൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഒപ്പുശേഖരണം സംഘടിപ്പിച്ചത്. CMB കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണ പരിപാടി സംഘടിപ്പിച്ചു. കോവിഡ് ഇരകൾക്ക് സംരക്ഷണം നൽകുക, സുപ്രീം കോടതി വിധി നടപ്പാക്കുക, കോവിഡ് ദുരന്ത നിവാരണ കമ്മീഷൻ രൂപീകരിക്കുക, കോവിഡ് ഇരകൾക്ക് നഷ്ടപരിഹാരം അനുവദിക്കുക, യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇരട്ട വാക്സിൻ പദ്ധതി നടപ്പാക്കുക, അസംഘടിത തൊഴിലാളികൾക്ക് റേഷൻ കടകളിലൂടെ 5000 രൂപ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഒപ്പുശേഖരണം സംഘടിപ്പിച്ചത്. പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി എന്നിവർക്കാണ് ഒപ്പുശേഖരണം നടത്തി ഭീമഹർജി സമർപ്പിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അരിത ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട് വലിയൊരു മഹാമാരിയിൽ നിന്ന് കരകയറുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു യുദ്ധത്തിൽ തന്നെയാണ്. അനേകം ജീവനുകൾ ഇതിനോടകം തന്നെ കോവിഡിന്റെ പിടിയിൽപ്പെട്ട് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടുത്തെ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും കോവിഡ് ബാധിച്ചവർക്കോ അല്ലെങ്കിൽ കോവിഡ് മൂലം ജീവൻ നഷ്ടമായവരുടെ കുടുംബാംഗങ്ങൾക്കോ കൈത്താങ്ങാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടികളും നാളിതുവരെയായി കൈക്കൊണ്ടിട്ടില്ല എന്ന് പറയുന്നത് ഏറെ ഖേദകരമായ കാര്യം തന്നെയാണ്. ഇന്നിവിടെ CMBയുടെ നേതൃത്വത്തിൽ ഒരു ഭീമഹർജി തയ്യാറാക്കുമ്പോൾ ജീവൻ നഷ്ടപ്പെടുന്നതും കോവിഡ് വ്യാധി പെടുന്നതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ. അവരുടെ ജീവിതം ഓരോ ദിവസവും എങ്ങനെ തള്ളി നീക്കും എന്ന് ആലോചിച്ചുകൊണ്ട് ജോലി പോലും നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ്
കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പി ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. സോഷ്യൽ ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ ഹാരിസ് മുഖ്യപ്രഭാഷണം നടത്തി. ഷനീസ്, ഹരിദാസൻ, ദേവയാനി, ഇർഫാൻ എന്നിവർ സംസാരിച്ചു. CMB കായംകുളം ഏരിയ സെക്രട്ടറി സുരേഷ് കാവിനത്ത് നന്ദി പറഞ്ഞു. അതിദാരുണമായി മരണപ്പെട്ടവർക്കെല്ലാം നഷ്ടപരിഹാരം നൽകണം. ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞതെന്താണ്? കോവിഡുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്ത ഒരുപാട് മനുഷ്യരുണ്ട് ഈ ഇന്ത്യയിൽ. അവർക്കെല്ലാം തന്നെ കോവിഡിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് ഡെത്ത് സർട്ടിഫിക്കറ്റ് കോവിഡിന്റേതായി നൽകുകയും ഏതെങ്കിലും സംസ്ഥാന സർക്കാരുകൾ ഇവർക്ക് നഷ്ടപരിഹാരം നൽകുകയാണെങ്കിൽ ഈ കോവിഡുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്തവരെ ഉൾപ്പെടുത്തണമെന്നാണ് ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. നമുക്കറിയാം, നമ്മുടെ നാട് കഴിഞ്ഞ 1.5 വർഷക്കാലമായി അതിദാരുണമായ ഒരു മനുഷ്യത്വരഹിതമായ ഒരവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. കഞ്ചാവ് കേസിൽ ഒളിവിലായിരുന്ന പ്രതി പുന്നമൂട് എബിനേസർ പുത്തൻവീട്ടിൽ ലിജു ഉമ്മൻ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പിടിയിലായി. മൂത്രാശയ സംബന്ധമായ അസുഖത്തിന് ചികിത്സയിലിരിക്കെയാണ് അറസ്റ്റ്. മെഡിസിറ്റി ആശുപത്രിയിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കളമശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്ത ലിജുവിനെ രാത്രിയോടെ മാവേലിക്കര പോലീസിന് കൈമാറി. കഞ്ചാവ് കേസിൽ ഒളിവിലായിരുന്ന പ്രതി പുന്നമൂട് എബനേസർ പുത്തൻവീട്ടിൽ ലിജു ഉമ്മൻ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പിടിയിലായി. മൂത്രാശയ സംബന്ധമായ അസുഖത്തിന് ചികിത്സയിലിരിക്കെ ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കളമശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്ത ലിജുവിനെ രാത്രിയോടെ മാവേലിക്കര പോലീസിന് കൈമാറി. കഴിഞ്ഞ ഡിസംബർ 29-ന് മാവേലിക്കര ജില്ലാ ആശുപത്രിയുടെ സമീപത്തെ വാടക വീട്ടിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ കേസിലാണ് അറസ്റ്റ് ചെയ്തത്. കേസുമായി ബന്ധപ്പെട്ട് കായംകുളം ചേരാവള്ളി തയ്യൽ തെക്കതിൽ വീട്ടിൽ വിനോദിന്റെ ഭാര്യ നിമ്മി അറസ്റ്റിലായിരുന്നു. ലിജു ഉമ്മന്റെ സുഹൃത്തായ നിമ്മിയുടെ പേരിൽ ഇവിടെ വീട് വാടകയ്ക്കെടുത്തായിരുന്നു കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത്. വാറ്റുചാരായവും വാറ്റുപകരണങ്ങളും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും വീട്ടിൽ നിന്ന് പിടികൂടുകയായിരുന്നു. CDNet ന്യൂസ്, മാവേലിക്കര. കാർത്തികപ്പള്ളി താലൂക്കിലെ A ഗ്രേഡ് വായനശാലയും സംസ്ഥാനത്ത് തന്നെ വളരെ പഴക്കമുള്ളതുമായ രാമപുരം ശ്രീമൂല രാജവിജയം ഗ്രന്ഥശാലയിൽ വായനശാലാ ദിനം ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. കാർത്തികപ്പള്ളി താലൂക്കിലെ A ഗ്രേഡ് വായനശാലയും സംസ്ഥാനത്തെ തന്നെ വളരെ പഴക്കമുള്ള വായനശാലകളിൽ ഒന്നുമായ രാമപുരം ശ്രീമൂല രാജവിജയം ഗ്രന്ഥശാല വായനശാലാ ദിനം ആചരിച്ചു. ചടങ്ങിൽ ഗ്രന്ഥശാല സെക്രട്ടറി അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ പതാക ഉയർത്തി. എക്സിക്യൂട്ടീവ് അംഗം വി ബാലകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു. ഗ്രന്ഥശാല സെക്രട്ടറി അഡ്വക്കേറ്റ് വൈ കൃഷ്ണകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല ജോയിന്റ് സെക്രട്ടറിയും കാർത്തികപ്പള്ളി താലൂക്ക് കൗൺസിൽ അംഗവുമായ L രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രന്ഥശാല ഭരണസമിതി അംഗം K വേണുഗോപാൽ, ബാബു, L പിള്ള, R അരുൺരാജ് എന്നിവർ സംസാരിച്ചു. ഗ്രന്ഥശാല ലൈബ്രറിയൻ ഉഷാകുമാരി നന്ദി പറഞ്ഞു. തുടർന്ന് ഗ്രന്ഥശാലയിൽ COVID-19 പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് അംഗത്വ രജിസ്ട്രേഷൻ, പുസ്തക പ്രദർശനം, വിദ്യാർത്ഥികൾക്കായി ക്വിസ് പരിപാടി, ഗൂഗിൾ മീറ്റ് വഴി തുടങ്ങി ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചു. CDNet ന്യൂസ്, കായംകുളം. അതിജീവനത്തിന് പെൺവായനാ പദ്ധതിക്ക് തുടക്കമായി. ഓച്ചിറ പബ്ലിക് ലൈബ്രറിയിലാണ് പുസ്തക വിതരണം നടന്നത്. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വിജയകുമാർ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. അതിജീവനത്തിന് പെൺവായനാ പദ്ധതിക്ക് തുടക്കമായി. ഓച്ചിറ പബ്ലിക് ലൈബ്രറിയിലാണ് പുസ്തക വിതരണം നടന്നത്. ഈ ഒരു കാലഘട്ടത്തെ നമുക്ക് അതിജീവിച്ചേ മതിയാവും. അപ്പോൾ വായനയ്ക്ക് എത്രമാത്രം പ്രാധാന്യം ഈ ഒരു അവസരത്തിലുണ്ടെന്നുള്ളത് ഒരു വീട്ടമ്മയായിട്ടുള്ള അല്ലെങ്കിൽ സാധാരണ ജീവിതം നയിക്കുന്ന സ്ത്രീകൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അതിൽ നിന്ന് മാത്രമേ അവർക്ക് ഉയർത്തെഴുന്നേറ്റ് സമൂഹത്തിനും അല്ലെങ്കിൽ പരക്ലേശ പുണ്യമായിട്ടുള്ള സംഗതിയാണ് വായന എന്നുള്ളത്. മറ്റുള്ളവൻ്റെ വേദനകളും സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ അതൊക്കെ അറിയണമെങ്കിൽ വീട്ടിലെ അകത്തളത്തിൽ മാത്രം വെച്ചും വിളമ്പിയും കഴിഞ്ഞ് മാത്രം തീർത്താൽ തീരുന്ന ഒന്നല്ല നമ്മുടെയൊക്കെ ജീവിതം. അതിനൊക്കെ വേണ്ടി നമ്മളിവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതിനൊരു അടയാളപ്പെടുത്തലെങ്കിലും അത്യാവശ്യമാണ്. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വിജയകുമാർ വൃക്ഷത്തൈ നട്ടുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വായനാ മാസികം എന്നറിയപ്പെടുന്ന ഈ പദ്ധതി വഴി അതിജീവനത്തിന് പെൺവായനയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട എല്ലാ സ്ത്രീകളുടെയും വീട്ടിൽ അവർ വായന തുടങ്ങുകയാണ്. വായനയ്ക്ക് ആവശ്യമായ പുസ്തകങ്ങൾ ഗ്രന്ഥശാല എത്തിക്കുകയാണ്. അരാജകവൽക്കരിക്കപ്പെട്ട സ്ത്രീയിടങ്ങളെ വീണ്ടെടുത്ത് സർഗാത്മകമാക്കുവാനുള്ള അതിജീവനത്തിന് പെൺവായന എന്ന പദ്ധതിക്ക് വലിയ മികച്ച പ്രതികരണമാണ് താലൂക്കിലെമ്പാടും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. K രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. M ഗോപാലകൃഷ്ണപിള്ള സ്വാഗതം പറഞ്ഞു. സിമി ഉണ്ണികൃഷ്ണൻ, വനിതാ വേദി സെക്രട്ടറി നിസ അജ്മൽ, M മുരളീധരൻ പിള്ള, നൂഹു കണ്ണ്, TP രാധാകൃഷ്ണപിള്ള, ഉഷാകുമാരി, സരസ്വതി അമ്മ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, ഓച്ചിറ. ജില്ലയിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു.
കളക്ടറേറ്റിൽ ചേർന്ന കോവിഡ് അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയിലെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ തൃപ്തികരമാണ്. എന്നാൽ കോവിഡ് വാക്സിൻ എടുക്കാൻ വിമുഖത കാണിക്കുന്നവർക്കായി കൂടുതൽ ബോധവൽക്കരണ പരിപാടികൾ ആസൂത്രണം ചെയ്യണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ജില്ലയിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണ് മുൻപോട്ട് പോകുന്നതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കളക്ടറേറ്റിൽ ചേർന്ന കോവിഡ് അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയിലെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ തൃപ്തികരമാണ്. എന്നാൽ കോവിഡ് വാക്സിൻ എടുക്കാൻ വിമുഖത കാണിക്കുന്നവർക്കായി കൂടുതൽ ബോധവൽക്കരണ പരിപാടികൾ ആസൂത്രണം ചെയ്യണം. കോവിഡ് സ്ഥിരീകരിച്ച വീടുകളിൽ നിന്ന് പോസിറ്റീവ് ആകാത്തവർ ക്വാറന്റൈൻ പാലിക്കാതെ പൊതുസ്ഥലങ്ങളിൽ ഇറങ്ങി നടക്കുന്നതിനെതിരെ ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി പറഞ്ഞു. ഇത്തരം വീടുകളിൽ നിത്യോപയോഗ സാധനങ്ങളും ഭക്ഷണവും എത്തിക്കാനുള്ള കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ സി കാറ്റഗറിയിലുള്ളവരെ മാത്രം പ്രവേശിപ്പിച്ച് തിരക്ക് നിയന്ത്രിക്കാനുള്ള നടപടികൾക്കായുള്ള ആക്ഷൻ പ്ലാൻ രൂപീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. ഹോം ക്വാറന്റൈൻ ശക്തിപ്പെടുത്തുകയും അതോടൊപ്പം നമ്മുടെ പല ജില്ലകളിലും ഇവിടുത്തെ കേസ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പല ജില്ലകളിലും കാണുന്നത് ഈ വീട്ടിലൊരാൾ പോസിറ്റീവായിട്ടുണ്ട്, പക്ഷേ വാക്സിനേറ്റഡ് ആയിട്ടുള്ള പ്രൈമറി കോണ്ടാക്ട് പുറത്തുണ്ട്. അങ്ങനെ നടക്കാൻ പറ്റില്ല. അത് വളരെ സ്ട്രിക്റ്റായി നമ്മളൊരു സന്ദേശം തന്നെ കൊടുക്കണം. നമ്മൾ ആരോഗ്യവകുപ്പ് എത്ര ദിവസം ക്വാറന്റൈൻ ഇരിക്കണോ, ആ എത്ര ദിവസം കഴിഞ്ഞ് നമ്മൾ ടെസ്റ്റ് നടത്തി നെഗറ്റീവ് ആണെങ്കിൽ പുറത്തിറങ്ങാമോ അത്രയും ദിവസം വീട്ടിലുള്ള പ്രൈമറി കോണ്ടാക്ട്സ് വീട്ടിൽ തന്നെ ആയിരിക്കണം. അതൊരു നമ്മുടെ മാസ് മീഡിയ വഴിയൊക്കെ നമുക്കൊരു ശക്തമായിട്ടുള്ള ബോധവൽക്കരണം നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. ആ ഏരിയ കുറച്ചൊന്ന് ഫോക്കസ് ചെയ്താൽ നമുക്ക് മരണം കുറച്ചൊന്ന് കുറയ്ക്കാൻ കഴിയുന്നതാണ് എനിക്ക് തോന്നുന്നത്. അത് 2-3 തരത്തിലുണ്ട്. ഒന്ന്, ഈ ഏജ് ഗ്രൂപ്പ് നോക്കിയാൽ 61 to 80 ആണ്. അതായത് റിവേഴ്സ് ക്വാറന്റൈൻ വേണ്ട ആളുകളാണ് ഈ ഇൻഫെക്റ്റഡ് ആയിട്ട് മരിക്കുന്നത്. ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയ പ്രസന്റേഷൻ മന്ത്രിയുടെ മുൻപിൽ അവതരിപ്പിച്ചു. ആദ്യമായി കോവിഡ് സ്ഥിരീകരിച്ചത് മുതൽ ജില്ലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ആരോഗ്യ പ്രവർത്തകർ മന്ത്രിക്ക് വിശദീകരിച്ചു നൽകി. ജില്ലയിലെ വാക്സിനേഷൻ നിരക്ക് 95%. യോഗത്തിൽ MLA-മാരായ H. സലാം, PP ചിത്തരഞ്ജൻ, ജില്ലാ കളക്ടർ A. അലക്സാണ്ടർ, ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ VR രാജു, അഡീഷണൽ ഡയറക്ടർമാരായ ഡോക്ടർ പ്രീത, ഡോക്ടർ സമീറ, മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ രംല ബീവി, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ L. അനിതകുമാരി, ഡെപ്യൂട്ടി കളക്ടർ ആശാ C. എബ്രഹാം, NHM, DPM ഡോക്ടർ രാധാകൃഷ്ണൻ, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ശശികല, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സജീവ് ജോർജ് എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം. SYS കായംകുളം സോൺ സാന്ത്വന ഡയറക്ടറേറ്റിന്റെ നേതൃത്വത്തിൽ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ലഘുഭക്ഷണ വിതരണ പരിപാടി തുടങ്ങി. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സജീവ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. SYS കായംകുളം സോൺ സാന്ത്വനം ഡയറക്ടറേറ്റിന്റെ നേതൃത്വത്തിൽ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ലഘുഭക്ഷണ വിതരണ പരിപാടി തുടങ്ങി. ആശുപത്രി സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സജീബ് മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. SYS സാന്ത്വനം പദ്ധതിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾക്ക് കുടിവെള്ളം സ്ഥിരമായിട്ട് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളതും അത് രാവിലെയും വൈകിട്ടും നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നഗരസഭാ കൗൺസിലർമാരായ പുഷ്പദാസ്, നവാസ് മുണ്ടകത്തിൽ, D. അശ്വിനിദേവ് എന്നിവർ പങ്കെടുത്തു. SYS സേവന പ്രവർത്തനങ്ങളെ പ്രശംസിച്ചു. അഡ്വക്കേറ്റ് U. പ്രതിഭ MLA SYSന്റെ ആശ്വാസ കേന്ദ്രം സന്ദർശിച്ചു. നമുക്കറിയാം, ആശുപത്രിയിൽ വരുന്ന പലരും, ചിലരാണെങ്കിൽ രാവിലെ വയ്യാതെ വരുന്നതായിരിക്കാം, ചിലർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വരുന്നവരാവാം, ചിലർ ഡോക്ടറെ കാണാനായിട്ട് നേരത്തെ വന്നിരിക്കുന്നവരുണ്ട്. അപ്പോൾ ചിലരും മിക്കവരും ഭക്ഷണമൊന്നും കഴിക്കാതായിരിക്കും ചിലരെങ്കിലും വരുന്നത്. അപ്പോൾ അവർക്കൊരു ചെറിയ ഗ്ലാസ് ചൂടുവെള്ളം, അല്ലെന്നുണ്ടെങ്കിൽ അല്പം കട്ടൻ ചായ, അല്ലെങ്കിൽ ഒരു പീസ് ബ്രെഡ്, ഇതൊക്കെ കഴിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു നന്മ നിറഞ്ഞ പ്രവർത്തനമാണ്. ജാതിമത ഭേദമന്യേ ആര് വിളിച്ചാലും, നമുക്കൊക്കെ അതിന് അനുഭവമുള്ളതാണ്, ആര് വിളിച്ചാലും ഓടിയെത്തി സന്നദ്ധ പ്രവർത്തനം ചെയ്യുന്ന SYSന്റെ പ്രവർത്തനത്തെ ഒരുപാട് സന്തോഷത്തോടെ ഈ അവസരത്തിൽ ഓർക്കുന്നു. ചടങ്ങിൽ കേരള മുസ്ലിം ജമാഅത്ത് സോൺ പ്രസിഡന്റ് നിസാർ സക്കാഫി, സെക്രട്ടറി അബ്ദുൽ ഖയ്യൂം, SYS സോൺ പ്രസിഡന്റ് ഇമാമുദ്ദീൻ സക്കാഫി തുടങ്ങിയവർ പങ്കെടുത്തു. വളരെ സുസ്ഥിരമായ സേവനമാണ് കായംകുളത്ത് SYSന്റെ സാന്ത്വനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ വരുന്ന രോഗികൾക്ക് പലപ്പോഴും കുടിവെള്ളം കിട്ടാതെ വിഷമിക്കുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ച് ചൂടുവെള്ളം, ചൂടുപാനീയം അവർക്ക് ഇവിടെ ലഭിക്കുന്നത് വളരെ കുറച്ച് മാത്രമാണ് നമുക്കറിയാം. അതിന് ഒരു പരിഹാരമായി ഹോസ്പിറ്റലിൻ്റെ മേധാവികളുമായും അതേപോലെ തന്നെ വാർഡ് കൗൺസിലറും ബന്ധപ്പെട്ട ആളുകളുമായി സഹകരിച്ചുകൊണ്ട് SYSന്റെ ഈ പദ്ധതി നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ തുടക്കം കുറിക്കാൻ അവസരമൊരുക്കി. CDNet ന്യൂസ്, കായംകുളം. ജില്ലയിൽ ചൊവ്വാഴ്ച 1118 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 1998 പേർ രോഗമുക്തരായി.
16.88% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 1096 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 21 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. ഒരു ആരോഗ്യ പ്രവർത്തകനും രോഗം ബാധിച്ചു. ആകെ 2,73,251 പേർ രോഗമുക്തരായി. 11,337 പേർ ചികിത്സയിലുണ്ട്. കായംകുളം നഗരമധ്യത്തെ കാര്യാത്ത് പാലത്തിൽ മാലിന്യ നിക്ഷേപം വർദ്ധിക്കുന്നു. രാത്രികാലങ്ങളിൽ പാലത്തിലും സമീപ റോഡരികിലും വൻതോതിലാണ് മാലിന്യങ്ങൾ ചാക്കുകളിലും പ്ലാസ്റ്റിക് കവറുകളിലുമാക്കി നിക്ഷേപിക്കുന്നത്. കായംകുളം നഗരമധ്യത്തെ കാര്യാത്ത് പാലത്തിൽ മാലിന്യ നിക്ഷേപം വർദ്ധിക്കുന്നു. രാത്രികാലങ്ങളിൽ പാലത്തിലും സമീപ റോഡരികിലും വൻതോതിലാണ് മാലിന്യങ്ങൾ ചാക്കുകളിലും പ്ലാസ്റ്റിക് കവറുകളിലുമാക്കി നിക്ഷേപിക്കുന്നത്. പാലത്തിൽ നിരന്തരം മാലിന്യം നിക്ഷേപിക്കുന്നതിനെതിരെ നാട്ടുകാർ നിരവധി തവണ പരാതി നൽകിയിട്ടും യാതൊരു ഫലവുമില്ലാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. പാലത്തിന് ഇരുവശത്തുമായി വള്ളിപ്പടർപ്പുകളും കുറ്റിക്കാടുകളും നിറഞ്ഞ നിലയിലാണ്. പാലത്തിന്റെ കോൺക്രീറ്റ് ഭാഗങ്ങൾ പല ഭാഗത്തും ഇളകിപ്പോയ നിലയിലുമാണ്. വിഷയത്തിൽ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. CD ന്യൂസ് കായംകുളം. മുൻ AOയും കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ മുൻ ഹെഡ്മിസ്ട്രസുമായിരുന്ന മറിയാമ്മ ജേക്കബ് നിര്യാതയായി. 87 വയസ്സായിരുന്നു. റിട്ടയർഡ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് പുതുശ്ശേരിൽ ഷാരോഡിൽ പരേതനായ S. ജേക്കബിന്റെ ഭാര്യയാണ്. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10:30 കായംകുളം ശാലയം മാർത്തോമ പള്ളിയിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ എത്രയും വേഗം തുറക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കോവിഡ് സാഹചര്യം വിലയിരുത്തി വിദ്യാലയങ്ങൾ ഉടൻ തുറക്കാനുള്ള ജില്ലയിൽ ചൊവ്വാഴ്ച 1118 പേർക്ക് കോവിഡ്. 1998 പേർ രോഗമുക്തരായി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 16.88%. വീണ്ടും ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.